അരുമകളെ ഉണരുക നവയുഗ ശില്പികളെ മതബോധനമ മധുമുഖരാന മതിവരുവോളം നിങ്ങൾ ഇരുളല പോയിഹ വിശ്വാസത്തി നിരുപമദീപ്തി പരക്ക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള കുട്ടികളെ, നമ്മുടെ സഭ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വിശ്വാസ പരിശീലന മണിക്കൂറുകളിൽ കൂടി നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഈ സാബത്ത് ദിവസത്തിൽ കർത്താവിൻ്റേതായിരിക്കാൻ, അവിടത്തെക്കുറിച്ച് ചിന്തിക്കാൻ, അവിടുത്തെ കൂടുതൽ സ്നേഹിക്കാൻ, അവിടുത്തെ കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ഈ ദിവസം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചുരുങ്ങിയ സമയം, നിങ്ങൾ ധാരാളം ജോലികൾ, കാര്യങ്ങൾ, പഠനങ്ങളൊക്കെ മറ്റ് ദിവസങ്ങളിലും മറ്റ് സമയങ്ങളിലും നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ ചുരുങ്ങിയ സമയം സഭ, പരിശുദ്ധാത്മാവ്, ദൈവം, ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനാണ്. അപ്പോൾ അതിനോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ദിവസം, ഈ മണിക്കൂറുകൾ തുടങ്ങാനായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണടച്ച് കൈകൂപ്പി തമ്പുരാൻ്റെ സാന്നിധ്യത്തെ ഉണർന്നുകൊണ്ട്, തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ ബോധത്തിലേക്ക് ആഴപ്പെട്ടുകൊണ്ട് നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ഹൃദയത്തെയും ശരീരത്തെയും വികാര വിചാരങ്ങളെയും നമുക്കുള്ളതിനെ മുഴുവൻ ഒന്ന് സമർപ്പണം ചെയ്യാം. സ്നേഹപിതാവായ ദൈവമേ, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്തോടെ ഞങ്ങളെ സമീപിക്കുന്ന, ഞങ്ങളെ വിളിക്കുന്ന, ഞങ്ങളെ നയിക്കുന്ന അവിടുത്തെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങ് ഞങ്ങൾ ദാനമായി തന്നിരിക്കുന്ന ഈ വിശ്വാസ പരിശീലന മണിക്കൂർ, അതിൽ നിന്നാവുന്നത്ര ഫലമെടുക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകുമ്പോൾ ആ ദാനം ഞങ്ങളുടെ ജീവിതങ്ങളിൽ മറ്റുള്ളവർക്ക് കൂടി ഉപകരിക്കുന്ന രീതിയിലുള്ള ഫലമായി രൂപാന്തരപ്പെടുവാൻ അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾക്ക് സഹായകനായി അവിടെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങൾ ശ്രവിക്കുന്ന അവിടുത്തെ പ്രബോധനങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടുതൽ ദൈവികതയിലേക്ക് ഉയർത്തുമാറാകട്ടെ. അവിടുത്തെ തിരുഹിതം വിവേചിച്ചറിഞ്ഞുകൊണ്ട് ആ പാതയിലൂടെ നടക്കുവാൻ അവിടുത്തെ വചനം ഞങ്ങൾക്ക് വഴികാട്ടിയാകട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും പ്രത്യേകമായിട്ട് മാധ്യസ്ഥ്യം വഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലുടനീളം അമ്മ ഞങ്ങൾക്ക് സാന്ത്വനമായും മധ്യസ്ഥയായും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ കാവൽ മാലാഖയെ, ഞങ്ങളുടെ വേണ്ട കാരണക്കാരായ വിശുദ്ധരെ, സകല സ്വർഗീയവാസികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും രാവിലെ കുർബാനയ്ക്കൊക്കെ പോയോ എന്നറിയില്ല. സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം കേട്ടോ. കാരണം സാബത്ത് ദിവസം, പരിശുദ്ധമായ ദിവസം, കർത്താവിൻ്റെ ദിനം നമുക്ക് കർത്താവിനോട് കൂടി ചേർന്ന് വേണം ആചരിക്കാനായിട്ട്. ബാക്കി 6 ദിവസങ്ങളിൽ നമ്മൾ ഒത്തിരിയേറെ നമ്മുടേതായ കാര്യങ്ങൾ, ഇഷ്ടങ്ങൾ, തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കിയല്ലോ. ഇന്ന് നമുക്ക് തമ്പുരാന് വേണ്ടി മാറ്റിക്കൊടുക്കാം ഈ ദിവസം. അപ്പോൾ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ നേരിട്ട് പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ, ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ ഓൺലൈനിലെങ്കിലും പങ്കെടുക്കാനായിട്ട് നമുക്കൊരു ശ്രദ്ധ വേണം. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാഠം പോലെ തന്നെ വിശ്വാസവും യുക്തിയും, ഇത് രണ്ടും ദൈവത്തിലേക്ക് അടുക്കാനുള്ള, ഉയരാനുള്ള, എത്തിച്ചേരാനുള്ള 2 വഴികളാണ്, ചിറകുകളാണെന്ന് നമ്മൾ കണ്ടു. 2 ചിറകുകളെ ബലപ്പെടുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഈ ബലം എവിടെ നിന്നാണ് ലഭിക്കുക? ഇത് നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ കുറേ മറ്റ് നമ്മുടെ മനസ്സിൻ്റെ കുറച്ച് വ്യാപാരങ്ങൾ, അതുകൊണ്ട് മാത്രമൊന്നുമല്ല. ദൈവം നമുക്ക് അതിനായി ഒരുക്കി വെച്ചിരിക്കുന്ന മാർഗങ്ങളിലൂടെ കൃത്യമായ ഒരു സഞ്ചാരം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ ഒരു സംവിധാനങ്ങളുണ്ട്, സഭയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. അപ്പം അതിലൊന്നാണ് ഈ പരിശുദ്ധമായ ദിനാചരണം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ് വിശുദ്ധ ബലി അർപ്പണം, പിന്നെ വിശുദ്ധ ഗ്രന്ഥ പാരായണം, പിന്നെ വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ പഠനം, ധ്യാനം, പങ്കുവയ്ക്കലുകൾ, ചർച്ചകൾ എല്ലാം. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇന്ന് സമയം കണ്ടെത്താനായിട്ടും കൊടുക്കാനായിട്ടും കഴിയണം. ദൈവത്തോട് ചേർന്നിരിക്കുന്നവനെയാണ് ദൈവം തന്നോട് ചേർത്ത് നിർത്തുന്നത്, അല്ലേ? ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ദൈവം ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് എന്തിനെങ്കിലും ഭയപ്പെടേണ്ടതുണ്ടോ? ഇല്ല. ഞാൻ ആരാ ഭയപ്പെടണം? കാരണം ദൈവം എൻ്റെ പക്ഷത്താണ്. എൻ്റെ മക്കൾക്ക്
ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റുമോ? ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്തും ദൈവം എൻ്റെ പക്ഷത്തുമാണെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഈശോ എപ്പോഴും കണ്ടവരോടെല്ലാം പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. ഈശോയ്ക്ക് എന്തെല്ലാം കൊടുക്കാമായിരുന്നില്ലേ? എന്തെല്ലാം, ഇപ്പം ദൈവിക ദാനങ്ങളിൽ തന്നെ എന്തെല്ലാം, നിങ്ങൾക്ക് ഞാൻ ജ്ഞാനം തരുന്നു, നിങ്ങൾക്ക് ഞാൻ പ്രവചനവരം തരുന്നു, നിങ്ങൾക്ക് ഞാൻ രോഗശാന്തി തരുന്നു. പക്ഷെ ഒന്നേ പറഞ്ഞുള്ളൂ ഉത്തിതൻ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. കാരണം സമാധാനം അനുഭവിക്കുന്ന ഒരാത്മാവിൽ നിന്നാണ് എന്തുണ്ടാവേണ്ടത്? ദൈവത്തിലേക്ക് എത്താനുള്ള വഴികൾ തെളിഞ്ഞു കിട്ടുക. അസമാധാനത്തിൽ ദൈവാന്വേഷണം ശരിയായിട്ട് നടത്താൻ നമുക്ക് സാധിക്കില്ല. അസമാധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന പലതും, നമ്മളിലെ അത്യാഗ്രഹങ്ങൾ, ആഡംബര കൊതികൾ, നമ്മളിലെ അലസത, നമ്മളിലെ ആസക്തികൾ, നമ്മളിലെ അസത്യങ്ങൾ, നമ്മളിലെ അധാർമികതകൾ, നമ്മളിലെ അക്രമ പ്രവണത, നമ്മളിലെ അഴിമതി, നമ്മളിലെ അശുദ്ധി, ഇതൊക്കെയാണ് സമാധാനം കെടുത്തുക. അതൊക്കെ അപ്പോഴത്തേക്ക് എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയാലും ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് മാറി ചിന്തിച്ച് നോക്കിയാൽ വേണ്ടായിരുന്നു. അപ്പോൾ ആത്മാവ് ദൈവത്തെ ആഗ്രഹിക്കുന്നു എപ്പോഴും. അതിനനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ കടപ്പാട്. അപ്പം എങ്ങനെയാണ് മനുഷ്യൻ ഇതിനോട് പ്രതികരിച്ചിരുന്നത്? അതായത് ദൈവം അപരിമേയനാണ്, പരിപൂർണതയാണ്, അശരീരിയാണ്, ആരംഭവും അവസാനവും ഇല്ലാത്തവനാണ്, അനശ്വരനാണ്. ഞാൻ പരിമിതനാണ്, നശ്വരനാണ്, സ്ഥലകാല സാഹചര്യങ്ങൾ, അതായത് ടൈം ആൻഡ് സ്പേസ് പരിമിതപ്പെട്ട് ജീവിക്കുന്നവനാണ്, എൻ്റെ ബുദ്ധിയും എൻ്റെ തിരിച്ചറിവും എല്ലാം പരിമിതമാണ്. അപ്പൊ പരിമിതനായ എനിക്ക് അപരിമേയനായ ദൈവത്തെ തേടാനുള്ള, അനുഭവിക്കാനുള്ള, സമീപിക്കാനുള്ള, ചേർന്ന് നിൽക്കാനുള്ള മാർഗമായി ദൈവം കാണിച്ചു തന്നതും മനുഷ്യൻ പിന്തുടർന്നു പോരുന്നതുമായ മാർഗങ്ങളാണ് ഏത്? ആരാധനാ ജീവിതം, മതം അനുശാസിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ, മതത്തിൻ്റെ നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ, അത് തെളിച്ചു കാണിച്ചു തരുന്ന വഴി. ഇതൊക്കെ എന്താണ്? ദൈവത്തെ തേടുന്ന എൻ്റെ ആത്മാവിന് സഞ്ചരിക്കാനുള്ള മാർഗങ്ങളാണ്. പിന്നെ ഞാൻ നല്ല ആർക്കും ഒന്നും കുഴപ്പമൊന്നും ചെയ്യുന്നില്ല, ഒന്നും പ്രശ്നമില്ല, പള്ളി പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, എനിക്ക് വീട്ടിൽ പ്രാർത്ഥിച്ചൂടെ, കുർബാനയ്ക്ക് പോകണമെന്ന് നിർബന്ധം, ഞാൻ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ലല്ലോ, പറ്റുന്ന എൻ്റെ കോൺട്രിബ്യൂഷനൊക്കെ ഞാൻ ഓർഫനേജിന് കൊടുക്കും, ഓൾഡ് ഏജിന് കൊടുക്കും, പാവപ്പെട്ടവരെ കല്യാണം കഴിപ്പിച്ചു കൂടെ രോഗികൾക്കൊക്കെ കൊടുക്കും. എന്തിനാ പള്ളി പോകുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ കുർബാന കൂടുന്നത്? എന്തിനാ കുമ്പസാരിക്കുന്നത്? എന്തിനാ മാമോദിസ എന്തിനാ വചനം വായിക്കുന്നത്? അപരിമേയനായ ദൈവത്തെ പ്രാപിക്കാൻ പരിമിതനായി എനിക്ക് ദൈവം തന്നെ കാണിച്ചു തന്ന, ചേർത്ത് വെച്ച് തന്ന വഴികളാണ് എൻ്റെ ആരാധന ജീവിതം. പ്രാർത്ഥനകൾ, ബലികൾ, ആരാധന അനുഷ്ഠാനങ്ങൾ, ധ്യാനം, ഇതിലൂടെയൊക്കെ എല്ലാ ജാതി മനുഷ്യരും മതസ്ഥരും ഒക്കെ ദൈവത്തെ തേടാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കാനായിട്ടും അവിടത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാനായിട്ടുമുള്ള കുറുക്കു വഴികൾ കൂടിയാണ് ഇത്. പക്ഷേ എന്താ പറയാ, ദൈവവും മനുഷ്യനുമായിട്ടുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ ബന്ധം അവഗണിക്കപ്പെടുകയോ വിസ്മരിക്കപ്പെടുകയോ അല്ലെങ്കിൽ പ്രകടമായിട്ട് നിഷേധിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രവണതയില്ല ഇപ്പോൾ വർദ്ധിച്ചു വരികയാണത്. ദൈവം അതേതോ കുറേ പൊട്ടബുദ്ധികൾക്കുള്ളതാണ്. അധ്വാനിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും എക്സ്പെരിമെന്റ്സ് നടത്തുകയും ചെയ്യുന്ന മനുഷ്യനുള്ളതൊന്നല്ല. അവനവനൊന്നും സമയമില്ല, വെറുതെ ആരാധന, പ്രാർത്ഥന, ധ്യാനം, വചനം, ഇതൊക്കെ സമയം വേസ്റ്റ്, പോക്ക്. ആ സമയത്ത് എനിക്ക് എന്തുമാത്രം നന്മ ചെയ്യാം. ഇതൊക്കെ ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ദൈവിക ബന്ധത്തിൽ നിന്ന് മാനുഷിക സത്തയെ വേർതിരിച്ചെടുക്കാൻ, പിരിച്ചു മാറ്റാൻ ദുഷ്ടശക്തികൾ, വിരുദ്ധ ശക്തികൾ, തിന്മയുടെ ശക്തികൾ അന്ധകാരം നടത്തുന്ന പ്രയത്നത്തിൻ്റെ ഫലമാണ്. അപ്പം അതിൻ്റെ ഫലമായിട്ട് എന്താ പറയുക, മതപരമായ അജ്ഞത, അതിനോടുള്ള മതത്തോടുള്ള താല്പര്യമില്ലായ്മ, ഈ ലോകത്തിൻ്റെ വ്യഗ്രതകൾ, സമ്പത്തിനോടുള്ള ആസക്തി, പിന്നെ മതത്തിൽ തന്നെ വിശ്വാസികൾ കൊടുക്കുന്ന എതിർ സാക്ഷ്യം, ദുർമാതൃക വഴി ഉണ്ടാകുന്ന തെറ്റിദ്ധാരണ, എല്ലാവരും ഇങ്ങനെ, എങ്കിൽ പിന്നെ ഞാനെന്തിനാ ഇതിനകത്ത് നിൽക്കുന്നേ, അല്ലേ? അച്ഛനും സിസ്റ്ററും പിന്നെ അൽമായനും ഒക്കെ ഇങ്ങനെയാണ്, പിന്നെ ഞാനെന്തിനാണ് ഇവിടെ, എന്താണ് നല്ലത്, പിന്നെ ഞാനെന്തിനാണ് ഈ മതം ഫോളോ ചെയ്യുക? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, ഒരു ലഹരിയാണ്, അത് നമ്മുടെ ബുദ്ധിയെ നിരാകരിക്കുന്നതാണ്. ദൈവം എന്ന് പറയുന്നതൊക്കെ ചുമ്മാ പിന്നെ ഓരോരുത്തരുടെ താല്പര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ഇതിനെതിരെ
ഉയർന്നു വരാം. ഏതിനെതിരെ? ഈ വിശ്വാസാധിഷ്ഠിതമായ ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള ആത്മാവിൻ്റെ ആഗ്രഹത്തിനും പ്രയത്നത്തിനും എതിരെ ഇപ്പോൾ ലോകത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണിത്, ഇല്ലേ? ആരെങ്കിലും ഒരാൾ കുറ്റം ചെയ്ത് കണ്ടാൽ എല്ലാവരും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് പള്ളിയിൽ പോകുന്നത്, എന്തിനാണ് കുർബാനയ്ക്ക് പോകുന്നത്, എന്തിനാണ് കുമ്പസാരി എന്നുള്ള ചോദ്യം. അപ്പോൾ പരിപൂർണനായ ദൈവത്തെ അപൂർണതയുള്ള എൻ്റെ ആത്മാവ് പ്രാപിക്കാൻ പിന്തുടർന്ന വഴികളിൽ തടസ്സമായി അല്ലെങ്കിൽ ബ്ലോക്കായി ലോകമുയർത്തുന്ന ആധുനികത ഉയർത്തുന്ന ചില പ്രവണതകളും ചില ആശയങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പക്ഷേ ഇതിലൊക്കെ വീണ് പോയാൽ പോലും വേറൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. എന്താണത്? തന്നിലേക്ക് വരിക, തന്നെ കണ്ടെത്തുക എന്നുള്ള അന്വേഷണത്തിനുള്ള വിളി ദൈവം ഒരിക്കലും നിർത്തിവെക്കുന്നു. ഓരോ മനുഷ്യനും ദൈവം ഈ വിളി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നെ തേടുക, എന്നെ കണ്ടെത്തുക, എന്നെ സമീപിക്കുക, എന്നെ സ്വന്തമാക്കുക, അങ്ങനെ നീ പരിപൂർണത നേടുകയുണ്ടല്ലോ ഈശോ പറഞ്ഞത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും നോക്കിയേ, എന്നാ വലിയ കാര്യം ഈശോ പറഞ്ഞല്ലേ, ദൈവത്തിൻ്റെ പരിപൂർണത. നിങ്ങളും അങ്ങനെ ആയിക്കോളാൻ നമ്മളോട് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ ഈശോ പറയുമായിരുന്നില്ല. അപ്പോൾ ദൈവം നിരന്തരമായിട്ട് ഈ വിളി മനുഷ്യന് കൊടുക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് നേടിയെടുക്കുക? ചുമ്മാ കണ്ണും പൂട്ടി ബുദ്ധി ഉപയോഗിക്കാതെ ചിന്തിക്കാതെ വിചാരിക്കാതെ ഇരിക്കുന്ന ഒരു മനുഷ്യനത് സാധ്യമല്ല. സ്വന്തം ഇച്ഛാശക്തിയും സ്വന്തം ബുദ്ധിശക്തിയും വേണ്ട വിധം പ്രയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം ഉറവിടമായ ദൈവത്തെ പ്രാപിക്കാൻ എനിക്ക്. അതിനകത്തുള്ള സിമ്പിൾ ലോജിക്കല്ലേ അല്ലേ? ബുദ്ധിയുടെയും ഇച്ഛയുടെയും ഒക്കെ ദാതാവ് ഉറവിടം ദൈവമാണെങ്കിൽ ദൈവത്തെ പ്രാപിക്കാൻ ഞാൻ ഇവ ഉപയോഗിക്കാൻ തന്നെ വേണം. കാരണം അത് ദൈവത്തിൽ നിന്ന് വന്നതാണ്. സിമ്പിൾ ലോജിക് അല്ലേ? അപ്പം വിശ്വാസം എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് കുറെ പൊട്ടകൾക്കുള്ള സംഭവങ്ങളാണ്. ഞങ്ങൾക്ക് ബുദ്ധിശക്തിയും ദൈവത്തിൽ നിന്ന് വന്നതാണെങ്കിൽ ഈ ബുദ്ധിശക്തിയും അതിലേക്ക് തന്നെ നമ്മളെ നയിക്കും, അവിടത്തേക്ക് തന്നെ നമ്മളെ നയിക്കും. അപ്പോൾ ഇതിനെയാണ് ഈ ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയും ആർജവത്വവും ചേർന്ന്. ഫോർ എക്സാമ്പിൾ, നന്നായിട്ടൊന്ന് കുമ്പസാരിച്ച് നല്ല ഒരുക്കത്തോടെ ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് നല്ല ആഗ്രഹത്തോടെ ധ്യാന നിർലീനമായൊരു ഹൃദയത്തോടെ വചനം വായിച്ച് ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ഉറപ്പാണ് എന്ത് സംഭവിക്കും? അവൻ്റെ അടുത്ത നിമിഷത്തെ ജീവിതം കൂടുതൽ മഹത്വപൂരിതമാകാൻ എല്ലാ തലത്തിലും, ഇൻ ഓൾ ആസ്പെക്ട്സ്, ഭൗതികമായും ബൗദ്ധികമായും ദൈവികമായും ഒക്കെ കൂടുതൽ ആക്കാൻ വേണ്ടുന്ന ഒരു സ്പാർക്ക്, ഒരു വെളിച്ചം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ വെളിച്ചം ദൈവത്തിൽ നിന്ന് വരുന്നതായതുകൊണ്ട് അതിന് പ്രവർത്തിക്കാൻ തക്ക ഒരു ശുദ്ധമായ അറ്റ്മോസ്ഫിയർ, ആംബിയൻസ് എന്നിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? ഈ വിശുദ്ധ കുർബസാരം വഴിയായി എനിക്ക് ലഭിച്ച പാപമോചനം, വിശുദ്ധി വഴിയായി, വിശുദ്ധ കുർബാന വഴിയായി, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത വഴിയായിട്ട് എനിക്ക് ലഭിച്ച കൃപകൾ വഴിയായി, ഈശോയുടെ തിരു ശരീര രക്തങ്ങൾ സ്വീകരിച്ചതിലൂടെ എനിക്ക് ലഭിച്ച ദൈവിക ജീവൻ വഴിയായി, വചന പാരായണത്തിലൂടെയും ധ്യാനത്തിലൂടെയും എനിക്ക് ലഭിച്ച ആത്മാവിൻ്റെ പ്രകാശം വഴിയായി എനിക്ക് ഈ ദൈവിക പ്രചോദനം, വഴികാട്ടൽ ലഭിക്കുകയാണ്. ഇത് കുറച്ചുകൂടെ മഹത്വപൂരിതമായ ജീവിതം സ്വന്തമാക്കാൻ, അതിലേക്ക് സഞ്ചരിക്കാൻ. അതാണ് ശരിയായ യുക്തി. അപ്പം യുക്തിയും വിശ്വാസവും കൈകോർത്ത് പോകുന്നതാണെന്ന് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കണ്ടതിൻ്റെ ഒരു കുറച്ചുകൂടെ വിപുലീകരിക്കപ്പെട്ട ഒരു എക്സ്പ്ലനേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം യുക്തി ദൈവദാനമാണെന്ന് നമ്മൾ കണ്ടു. അതായത് ഒരു കാര്യത്തെ അല്ലെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി, കാര്യത്തെയും കാരണത്തെയും പരസ്പരം ബന്ധപ്പെടുത്തി അപഗ്രഥിക്കുന്ന, വിശകലനം ചെയ്യുന്ന ദൈവിക ദാനമാണ് യുക്തി. പക്ഷേ നിരീശ്വരവാദികൾ പറയുന്നത് ഈ കാര്യവും കാരണവും ഒക്കെ കണ്ടെത്തിയിട്ട് ദൈവത്തിലേക്ക് പോകണ്ട, നീ നിന്നിൽ തന്നെ നിന്നോളാനാ. കാര്യവും കാരണവും റീസണിങ്ങും ഒക്കെ കണ്ടെത്തിയിട്ട് നീ ഒരിക്കലും അതിൻ്റെ മേലെ പോകരുത്. അത് പറയാതെ തേൻപുരുട്ടി പറയുന്നത് കൊണ്ടുണ്ടല്ലോ നമ്മൾ തിരിച്ചറിയാറില്ല, ഇത് ദൈവത്തെ, ഈ യുക്തിവാദം എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണെന്നും ദൈവത്തെ നിരാകരിക്കുന്നതാണെന്നും ഈ തേൻപുരുട്ടി പറയുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല.
അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഒരു ലൗകിക ഭാഷയിൽ അട്രാക്റ്റീവായിട്ട് പറയുന്നത് കൊണ്ട് നമ്മളത് അതിനകത്തിൽ അപകടം തിരിച്ചറിയുന്നില്ല, നമ്മൾ അതിനെ അങ്ങ് സ്വീകരിക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മളോട് പറയും തെളിയിക്കപ്പെടാൻ സാധിക്കുന്നതൊക്കെയുള്ള സത്യമായിട്ടുള്ളത്, തൊടാൻ പറ്റാത്തതും കണ്ടുമുട്ടാൻ പറ്റാത്തതൊക്കെ അസത്യമാണെന്ന്. നിങ്ങൾ കേട്ടിട്ടില്ലേ, എത്രയോ സംഭവങ്ങളിലാണ് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിട്ട് പലരും അതിന് മുന്നേ തന്നെ, ഓപ്പറേഷന് മുന്നേ തന്നെ വന്ന് പറയും, എന്താണ് ഞങ്ങൾക്കറിയില്ല, ഡോക്ടേഴ്സ് പറയും ഞങ്ങളാൽ കഴിയുന്നത് ചെയ്യാൻ പോവുകയാണ്, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ചിലർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് പറയും മാക്സിമം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പം ശാസ്ത്രവും അതിൻ്റെ കണ്ടുപിടുത്തങ്ങളും സിദ്ധാന്തങ്ങളും നിസ്സഹായമാകുന്നിടത്ത് അതിന് മുകളിൽ ഒരു ശക്തിയുണ്ട് എന്ന് അവരവരുടെ വാക്കുകളിലൂടെ തന്നെ തെളിയിക്കണം. ഈ പറയുന്നവർ പലരും വലിയ കരിസ്മാറ്റിക് പ്രഘോഷകരോ പുണ്യാന്മാരോ ഒന്നുമല്ല. ഇപ്പം ഇവൻ അന്യമതസ്ഥരായ ഡോക്ടേഴ്സ് പോലും പറയാറുണ്ട്. അപ്പം ഇങ്ങനൊരു അവസരത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന എന്താണ്? വിശ്വാസത്തിൻ്റെ ഒരു ഉയർന്ന തലം. അത് നമ്മുടെ യുക്തിക്കൊക്കെ അതീതമാണത്. അതുകൊണ്ടാണ് വചനം പറയുന്നത് എന്ത്? മഴ പെയ്തു, കാറ്റൂതി, വെള്ളപ്പൊക്കമുണ്ടായി, പ്രവാഹം ആ വീടിന്മേൽ ആഞ്ഞടിച്ചു, പക്ഷെ അത് വീണില്ല, കാരണം അത് പാറമേൽ നിർമ്മിതമായിരുന്നു. ഈ വിശ്വാസത്തിൻ്റെ ഉറച്ച തലം നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയായിട്ട് ഉള്ളപ്പോഴാണ് നമുക്ക് ജീവിത വിജയം, മുന്നോട്ടുള്ള ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സഞ്ചാരം നമ്മൾക്ക് സാധ്യമാവുക. ഇനി യുക്തിവാദത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തെ തീർത്തും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും അവിടെ നമുക്ക് ഇടർച്ചകളും വീഴ്ചകളും പരാജയങ്ങളും നഷ്ടങ്ങളുമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. തുടർന്ന് നമ്മൾ കാണുകയാണ് യുക്തി സഹായമായ വിശ്വാസം. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അതായത് ശാസ്ത്രം പറയാറുണ്ട്, യുക്തിവാദികൾ പറയാറുണ്ട്, നമ്മൾ ബഹിരാകാശത്ത് പോയി ശൂന്യാകാശത്തേക്ക് ഇടയ്ക്ക് സ്പേസ് സെൻറ്ററിൽ കൂടെ മനുഷ്യനിങ്ങനെ തൂവൽ പോലെ ഒഴുകി നടക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളാണല്ലേ. പക്ഷെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ മനുഷ്യന് സഹായമാതർന്ന ബുദ്ധി എവിടെ നിന്ന് വന്നു? ദൈവം കൊടുത്ത അനുഗ്രഹം. അവിടെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, അതായത് ശാസ്ത്രജ്ഞന്മാർ ഓരോ കണ്ടുപിടുത്തം കഴിയുമ്പോൾ പറയാണ്, കണ്ടുപിടിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതിൻ്റെ ഓരോ ശാസ്ത്രം തുറക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വാതിലിൻ്റെയും പിന്നിൽ ദൈവം നിൽക്കുകയായിരുന്നുവോ, ദൈവമാണോ ആ വാതിലിങ്ങനെ പിടിച്ച് തുറന്നു വന്നത്, എന്നിട്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണോ എന്ന് തോന്നുമാറ് ഓരോ പരീക്ഷണ ഘട്ടത്തിലും ഒരു ദൈവിക ശക്തിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അല്പജ്ഞാനം അപകടകരം ആണ്. അല്പജ്ഞാനം അറിയുന്നവൻ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ഉറവിടത്തിലേക്ക് ചെന്നെത്തത്തില്ല, തന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കും. ഈ തന്നിൽ തന്നെയുള്ള ഒതുങ്ങി നിൽക്കൽ എന്താണ്? അതിന് ഒന്നുകൊണ്ട് അതിന് ഒരു നിറവ് പൂർണ്ണത കിട്ടാത്തതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ശോഷിച്ച് പോകും. നമ്മൾ ബാങ്കിലോട്ട് പൈസ ഇട്ടുകൊടുത്തോണ്ടിരുന്നാലാണ് എടുക്കുമ്പോൾ അവിടെ ബാലൻസ് ഉണ്ടാവുക. ഒരിക്കലും പൈസ ഇടാതെ ആദ്യം കൊണ്ടിട്ട് 2000 രൂപ പിന്നെ 100 500 പിൻവലിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് ഇടുന്നില്ലെങ്കിൽ അക്കൗണ്ട് കാലിയല്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മളിലെ വിശ്വാസത്തിലേക്ക് യുക്തിയിലേക്കൊക്കെ ദൈവികത കൊടുത്തുകൊണ്ടേ ഇരുന്നില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ശൂന്യമായി വറ്റിപ്പോയി. അവിടെയാണ് നമുക്ക് ജീവിതം അർത്ഥരഹിതമായി തോന്നുന്നത്. താൽക്കാലികമായിട്ട് കാണുന്ന പ്രതിഭാസങ്ങളിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെട്ടിട്ട് അത് രുചിച്ച് മടുത്തു കഴിയുമ്പോൾ ജീവിതം നമുക്ക് ബോറടിക്കുക. അവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു പരാജയം, ഒരു നഷ്ടം വന്നു കഴിയുമ്പോൾ ഉടനെ എല്ലാം തീർത്തേക്കാന്ന് വിചാരിക്കുക. ഇനി എനിക്ക് ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് ചിന്തിച്ച് ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുക. അപ്പം വിശ്വാസം, ജീവിതത്തിൻ്റെ ഉറച്ച വിശ്വാസം, യുക്തിക്കതീതമായ വിശ്വാസം ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വളരെ ആപേക്ഷിതമാണെന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ കുറച്ചൊരു ഏകാഗ്രതയുള്ള ഹൃദയത്തോടെ പ്രകൃതിയിലെ ഏതൊരു വസ്തുവിലേക്ക് സൂക്ഷിച്ച് നോക്കിയാലാണ് നിങ്ങൾക്കവിടെ ദൈവത്തെ കണ്ടെത്താൻ പറ്റാതെ വരുന്നത്. ഓരോ സൂക്ഷ്മ അണുവിലും ദൈവ അംശം അങ്ങനെ വിളങ്ങിത്തിളങ്ങി മനോഹരമായിട്ട് നിൽക്കുകയാണ്. പ്രപഞ്ചം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ദൈവ ആവിഷ്കാരത്തിൻ്റെ ഒരു മാധ്യമമാണ് ഈ പ്രപഞ്ചം. നമ്മളിത് കാണുന്നില്ലല്ലോ. നമ്മുടെ യുവ വിശുദ്ധനുണ്ടല്ലോ, വാഴ്ത്തപ്പെട്ടവൻ, നിങ്ങളുടെ പ്രായക്കാരൻ, ആരാണത്? ഈയിടെ വാഴ്ത്തപ്പെട്ടവനായ കഴിഞ്ഞ ഒക്ടോബർ 12 വാഴ്ത്തപ്പെട്ടവനായത് ആരാ?
നമ്മുടെ കാർലോ അക്യൂട്ടിസ്, സൈബർ ലോകത്തെ വിശുദ്ധൻ അല്ലേ. കമ്പ്യൂട്ടറിൻ്റെ 11ാം വയസ്സിൽ സ്വന്തമായിട്ട് വെബ്സൈറ്റ് നിർമ്മിച്ചവനാണ്. എന്തിനെക്കുറിച്ചാണ്? ദിവികാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് 11ാം വയസ്സിൽ സ്വന്തമായിട്ട് വെബ്സൈറ്റ് നിർമ്മിച്ചു. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പരിജ്ഞാനവും അവനുണ്ടായിരുന്നു. അവൻ പറയുകയാണ്, എന്താ പറഞ്ഞിരുന്നേ, കൂട്ടുകാരോട് പറയാം, പിന്നെ മനസ്സിനെ കണ്ണിനെ കവരുന്ന മിഥ്യാബോധം നൽകുന്ന സൈബർ വെബ്സൈറ്റുകളുടെ മായക്കാഴ്ചകളിൽ കുടുങ്ങി നിങ്ങൾ ശരീരത്തെ നശിപ്പിക്കരുതെന്ന് അവൻ കൂട്ടുകാരോട് കൂടെ പറയുമായിരുന്നു. അപ്പം ഈ വെബ്സൈറ്റുകളിൽ പെട്ട് അല്ലെങ്കിൽ നെറ്റിൻ്റെ ഇതിൽപ്പെട്ടാണ് തൻ്റെ കൂട്ടുകാരിൽ, തൻ്റെ പ്രായക്കാരിൽ പലർക്കും അപചയങ്ങൾ സംഭവിക്കുന്നത് കണ്ടുകൊണ്ടാണ് അവൻ എന്തിനു തുനിഞ്ഞിറങ്ങിയത്? വിശുദ്ധരെക്കുറിച്ചുള്ള ബ്ലോഗുകൾ ആദ്യം ഉണ്ടാക്കി, പിന്നെ ദിവികാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് വെബ്സൈറ്റ് തന്നെ ഉണ്ടാക്കി. ലോകത്തുള്ള ഇതുവരെ ഉണ്ടായിട്ടുള്ള സകല ദിവികാരുണ്യ അത്ഭുതങ്ങളും കാർലോ അക്യൂട്ടിസിൻ്റെ വെബ്സൈറ്റിൽ ഉണ്ട്. എന്നിട്ട് അവൻ പറയുകയാണ്, കൂടെ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ കുർബാനയിലെ ഈശോ നമ്മളെ വിശുദ്ധരാക്കി മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് വെറും 15ാമത്തെ വയസ്സിൽ അവൻ ലുക്കീമിയ ബാധിച്ച് മരിക്കുകയാണ് ചെയ്തത്. അപ്പം പ്രപഞ്ചത്തിലെ ഓരോ കണികയിലും ഇപ്പോൾ ഒരു ഞായറാഴ്ചയ്ക്ക് ഈ മൊബൈലൊക്കെ വലിച്ചു മാറ്റി അങ്ങോട്ടിട്ടിട്ടെ ചുമ്മാ മുറ്റത്തിറങ്ങിയിരുന്ന് ആ പൂവിനെ നോക്കിയൊക്കെ ഇരുന്ന് ധ്യാനിക്കണം കേട്ടോ. മഴ പെയ്യുമ്പം ആ ഇറയത്ത് മാറിയിരുന്ന് ഓരോ മഴത്തുള്ളിയെ ഒന്ന് സൂക്ഷിച്ച് വീക്ഷിക്കണം കേട്ടോ. നല്ല തെളിവുള്ള ഒരു ദിവസം പുറത്തിറങ്ങിയിരുന്ന് ആ പാറിപ്പറക്കുന്ന മേഘങ്ങളെ ഒന്ന് ആസ്വദിക്കണം കേട്ടോ. ഒരു ദിവസം മിണ്ടാതിരുന്ന ആ ഇപ്പോൾ കുയിൽ കൂവുന്ന സമയമാണല്ലോ, ആ കുയിലിൻ്റെ കൂകൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ ആ മരക്കൊമ്പേൽ ഒരു കിളി കൂട് കിട്ടുന്നതാണ്, അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യണം. ഇതൊക്കെ നമുക്ക് ആ സിസ്റ്റർ ഞങ്ങളോട് പുറത്തിറങ്ങിയിരിക്കാൻ പറയുന്നത്, ഞങ്ങളുടെ മൊബൈലെ തോണ്ടിയേ കിട്ടൂല്ലോ. നേരിട്ട് അടുത്ത് പോയിരുന്ന് കണ്ട് ആസ്വദിക്കണം. ഈ ഉറുമ്പ് നമ്മൾ പൊഴിച്ചിടുന്ന ഭക്ഷണ സാധനങ്ങളായിട്ട് ചുമന്നുകൊണ്ട് പോകുന്നതൊക്കെ ഒന്ന് നോക്കിയിരിക്കണം കേട്ടോ. ഒരു 8 കാലി വല കെട്ടുന്നതൊക്കെ, ഒരു പുഴു ഇഴഞ്ഞു പോകുന്നതൊക്കെ, നമ്മുടെ കിണറ്റിലെ വെള്ളം വറ്റി കിടക്കുന്നതും അത് പൊങ്ങി വരുന്നതൊക്കെ ഒന്ന് ആസ്വദിക്കണം. കാറ്റ് വരുമ്പോൾ ഇലകളെല്ലാം ഇങ്ങനെ മർമ്മര ശബ്ദത്തോടുകൂടി ഇളകുന്നതൊക്കെ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അത് തിരിച്ചറിയാൻ, അത് കാണാനും അതിനെക്കുറിച്ച് പര്യാലോചിക്കാനും അതിൻ്റെ അവസാനം ഈ ഒരു ബോധത്തിൽ എത്തിച്ചേരാനും എന്നെ സഹായിക്കുന്നത് യുക്തിസഹമായ എന്നിലെ ദൈവിക ദാനം തന്നെയാണ്. അപ്പം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനും അവിടുന്ന് എത്തിച്ചേരാൻ വിളിക്കപ്പെട്ടവനുമായ മനുഷ്യന് തൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്. ഇതെല്ലാം മാറി നിന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് നൂലിട്ട് കെട്ടുകൾക്ക് ഇതെല്ലാം തരുമെന്നല്ല. എൻ്റെ ചുറ്റിലും നടക്കുന്ന ഓരോരോ അത്ഭുതങ്ങൾ. എന്തിനാണ് അത്ഭുതങ്ങൾ തേടിപ്പോകുന്നത്? ഇന്ന് രാവിലെ നീ മിഴി തുറന്നത്, ഇന്ന് രാവിലെ നിനക്ക് ആരുടെ സഹായമില്ലാതെ ശ്വസിക്കാൻ സാധിക്കുന്നു, ഇന്ന് രാവിലെ നിന്റെ ശരീരത്തിൻ്റെ എക്സ്ക്രീറ്ററി ഫങ്ഷൻസ് എല്ലാം നല്ല പ്രോപ്പറായിട്ട് ചെയ്തത്, നീ ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും കണ്ണ് ചിമ്മുന്നത്, ഒരു പ്രയത്നവുമില്ലാതെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ നിമിഷത്തിലും ഓരോ നിമിഷാർദ്ധത്തിലും ഓരോ മൈക്രോ സെക്കൻഡിലും അത്ഭുതങ്ങളുടെ കൂടാരങ്ങളായിട്ടല്ലേ നമ്മൾ ജീവിക്കുക. അത് തിരിച്ചറിയാൻ എനിക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന, ദൈവത്തെ കേൾക്കാൻ കാത്തിരിക്കുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ഹൃദയം, അതിനു വേണ്ടുന്ന ഒരു നൈർമല്യം ഒക്കെ ആവശ്യമുണ്ട് മക്കളെ. നിങ്ങൾ ഈ പ്രായത്തിൽ എന്തിനോട് ചേർന്നിരിക്കുന്നു അത് നിങ്ങളെ മോൾഡ് ചെയ്യും. ഞാൻ ആവർത്തിക്കട്ടെ, നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾ എന്തിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നുവോ അതാണ് നിങ്ങളെ മോൾഡ് ചെയ്യാൻ പോകുന്നത്. പലപ്പോഴും ഈ പ്രായത്തിൽ ഇങ്ങനെ ലോകത്തിൻ്റെ വഴികളിൽ കൂടെയൊക്കെ സഞ്ചരിച്ചിട്ടൊരു 35, 45, 50 വയസ്സൊക്കെ ആകുമ്പോൾ തിരിച്ചു വരാറുണ്ട് കേട്ടോ. അന്ന് അവർ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, അതായത് ഒരു തിരിച്ചറിവില്ലാഞ്ഞ ഒരു കാലത്ത് ഒക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു, ഒക്കെ കുറേ കാലങ്ങൾ നഷ്ടപ്പെടുത്തി. എൻ്റെ മക്കൾക്ക് ആ ഒരു വാക്ക് പറയാനിടയാകരുത്. ഇപ്പോൾ നിങ്ങളെ മോൾഡ് ചെയ്യാൻ നിങ്ങൾ ചേർന്നിരിക്കേണ്ടത് നിങ്ങളിലെ പൂർണ്ണതയുടെ ഉറവിടമായ ദൈവത്തിലേക്ക് തന്നെയാണ്. അതിനേതാണ് മാർഗങ്ങൾ? മുമ്പേ നമ്മൾ കണ്ടതുപോലെ സഭ നമുക്ക് ധാരാളം സംവിധാനങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അന്നെങ്കിൽ ബാക്കി അവരവരൊക്കെ അപ്പുറത്തുപുറത്തുള്ളവരൊക്കെ എങ്ങനെയാണ് അന്വേഷിക്കേണ്ട കാര്യമില്ല. നിന്റെ മുൻപിൽ ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവ് കൃത്യമായൊരു വഴി വെട്ടി തുറന്നു തന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ അതിലൂടെ അങ്ങ് സഞ്ചരിച്ചാൽ മതി. അതിൻ്റെ ആ വഴിയിൽ എനിക്ക് തന്നിട്ടുള്ള യാത്രയ്ക്ക് മുന്നേറാനുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളുമാണ് എൻ്റെ മതാത്മക ജീവിതം, എൻ്റെ വിശ്വാസാധിഷ്ഠിത ജീവിതം, എൻ്റെ കൂദാശകൾ.
എൻ്റെ ആരാധനാ ജീവിതം, എൻ്റെ വചനബന്ധിതമായ ജീവിതം, എൻ്റെ സാക്ഷ്യ ജീവിതം, എൻ്റെ പ്രഘോഷണം, എൻ്റെ മാനസാന്തര ജീവിതമൊക്കെ അതിന് വേണ്ടുന്ന സംവിധാനങ്ങളാണ്. അതുകൊണ്ട് മക്കൾ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും തലച്ചോറിനെയും ബുദ്ധിയൊക്കെ ദൈവത്തോടൊന്ന് ചേർത്ത് വെച്ചേ. ദൈവികമായിട്ട് അതിനെ ഒന്ന് രൂപാന്തരപ്പെടുത്തിക്കേ. മൊബൈലിനോടും ഇൻ്റർനെറ്റിനോടും അത് വെച്ച് അതിനൊക്കെ ധാരാളം നന്മകളുണ്ട്, ഞാൻ സമ്മതിക്കാം. അതുകൊണ്ടാണല്ലോ നമുക്കിപ്പോൾ ഇങ്ങനെ സമ്മതിക്കാൻ കഴിയുന്നത്, ഇല്ലേ? നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതും എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നതും അതിൻ്റെയൊക്കെ പോസിറ്റീവ് വശങ്ങൾ കൊണ്ടാണ്. പക്ഷെ എൻ്റെ മക്കൾ അല്ലെങ്കിൽ ഈ യുവത്വം, ഈ കാലഘട്ടം അതേ പോസിറ്റീവിസമാണ് എടുത്തുപയോഗിക്കുക. കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നിങ്ങൾ അതിൻ്റെ ബട്ട് കൂടുതൽ സമയം അതിലെ നല്ല വശങ്ങൾ കൂടെയാണോ സഞ്ചരിക്കുക? എപ്പോഴും നീ എന്തു ഭക്ഷിക്കുന്നു അതാണ് നീ എന്ന് ഹിപ്പോക്രാറ്റ്സ് പറയുന്നുണ്ട്, വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ്. അപ്പോൾ എൻ്റെ മനസ്സും തലച്ചോറും വികാര വിചാരങ്ങളൊക്കെ ഇതിൽ നിന്ന് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഈ ചവറുകളാണോ? കുറേ ചവറുകൾ പടച്ചു വിടുന്നുണ്ടല്ലോ. തോണ്ടാൻ തുടങ്ങിയാൽ ഈ ചവറുകളുടെ ഒരു വലിയ ലോകം നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടും. അതിനകത്ത് ഞാനിങ്ങനെ ചവറ് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ? ആ വീഡിയോ, ഈ വീഡിയോ, ആ ഫോട്ടോ, ഈ ഫോട്ടോ, ആ എഴുത്ത്, ഈ എഴുത്ത്, ആ സിനിമ, ഈ സിനിമ, ചവറുകളാണോ അറിയാം? ഒക്കെ ദൂരെ കളഞ്ഞിട്ട് വിശുദ്ധിയോടൊന്ന് ചേർന്നിരുന്നേ, പൂർണ്ണതയോടൊന്ന് ചേർന്നിരുന്നേ, ആത്മാവിൻ്റെ പ്രകാശത്തോടൊന്ന് ചേർന്നിരുന്നേ. അപ്പോഴാണ് എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിനും, എന്നെക്കുറിച്ച് എനിക്കും, എന്നെക്കുറിച്ച് എൻ്റെ കുടുംബത്തിനും, എന്നെക്കുറിച്ച് എൻ്റെ സമൂഹത്തിനുമുള്ള സ്വപ്നങ്ങൾ പൂവണിയുക. സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാകണം കേട്ടോ. അല്ലാതെ നമ്മൾ നേരത്തെ കണ്ട പോലെ ചടച്ചൊരു ജീവിതം, എന്തോ കഴിച്ചു, എന്തോ ഉടുത്തു, എന്തോ ഒക്കെ ചെയ്തു, ദിവസം തള്ളി നീക്കി, കുറച്ച് പഠിച്ചു, കുറച്ച് മാർക്കൊക്കെ കിട്ടി, തട്ടിമുട്ടി എങ്ങാണ്ടൊക്കെ പോയി ഒരു ജോലിയൊക്കെ ചെയ്യുന്നു. നീ ഭൂമിക്കും ലോകത്തിനും പ്രപഞ്ചത്തിനും മനുഷ്യവംശത്തിനും ഒരു അഭിമാനവും അലങ്കാരവും അഹങ്കാരവുമാകാനുള്ളവരാണ്. സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയുന്ന പോലെ ആയിത്തീരണം, സ്റ്റാറായി തീരണം. എന്ത് തരം സ്റ്റാറാ? നന്മ പ്രസരിപ്പിക്കുന്ന നക്ഷത്രം. നിന്നിൽ നിന്ന് വരേണ്ടത് ബ്ലാക്ക് ഹോളല്ല, തമോഗർത്തമല്ല, നീ ജ്വലിക്കുന്ന ഒരു നക്ഷത്രമാകണം. അന്ധാരമല്ല നിന്നിൽ, പ്രകാശം. ഞാനാണ് ജീവൻ്റെ പ്രകാശം എന്ന് പറഞ്ഞവൻ നിൻ്റെ മുൻപിലുണ്ട്. അവനോടൊന്ന് ഒട്ടിച്ചേർന്നിരുന്നാൽ മതി, അല്ലേ? നമ്മൾ കരിക്കട്ട കണ്ടിട്ടില്ലേ? കരിക്കട്ട വിറക് കത്തിക്കുന്ന അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ പോയി നോക്കണം കേട്ടോ. അതിനകത്തുനിന്ന് ഒരു കരിക്കട്ട കത്തിത്തീർന്ന സാധനത്തെ പുറത്തെടുത്തിട്ട് കഴിഞ്ഞാൽ അത് കരിക്കട്ട അവിടെ കിടക്കും. പിന്നെ നമ്മൾ നാളെ തീ കത്തിക്കുമ്പോൾ ആ കരിക്കട്ട എടുത്തിട്ടുണ്ടല്ലോ, ആ തീക്കട്ടയ്ക്കകത്തോട്ട് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ കാണാം മുഴുവൻ കാർബണായിട്ട് മാറി. ഒന്ന് കത്താനില്ലാത്ത ആ സാധനത്തിൻ്റെ മൂലയ്ക്കൂ നിന്ന് തീ പിടിച്ച് കയറുന്ന കാണാം. ജീവന്റെ പ്രകാശം ഉള്ളിൽ വഹിക്കുന്ന നിന്റെ കന്നപരാൻ കർത്താവിനോട് നീ ചേർന്ന് നിൽക്കുമ്പോൾ എത്രമാത്രം അന്ധകാരമോ അശുദ്ധിയോ പാപമോ ഉള്ളിൽ ഉണ്ടായിക്കൊള്ളട്ടെ, നീ കത്തിജ്വലിക്കാൻ തുടങ്ങും. കാരണം അവൻ ജ്വലിക്കുന്ന, ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവൻ്റെ തിരുശരീര രക്തങ്ങൾ നിന്നിലെ പാപക്കറകളെ മുഴുവൻ പവിത്രീകരിക്കാൻ കഴിവുള്ളതാണ്. അതുകൊണ്ടാണ് ബലിപീഠത്തിൽ നടക്കുന്ന തീക്കട്ട എന്ന് വിശുദ്ധ കുർബാനയെ പിതാക്കന്മാർ വിശേഷിപ്പിക്കാൻ കാരണം. നീ ജ്വലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്നിൽ നിന്ന് പ്രകാശം പരക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചേർന്ന് നിൽക്കേണ്ടത് ഈശോയോടാണ്. ലോകം വെച്ച് നീട്ടുന്ന ചവറിനോടല്ല. കുറച്ച് കഴിയുമ്പോൾ നിന്നെ തന്നെ മണത്ത് നോക്കിയാൽ അതിലെ അശുദ്ധിയും ദുർഗന്ധവും ഒക്കെ ആയിരിക്കും നിന്നിൽ നിന്ന് പ്രസരിക്കുക. അങ്ങനെ നമുക്ക് നശിച്ചു പോകേണ്ട ഒരു ചപല ജീവിതങ്ങളാക്കി മാറാനാണ് നമ്മൾ. അല്ല, യു ആർ കോൾഡ് ഫോർ ഗ്രേറ്റർ ഗ്ലോറി. ഉപരിമഹത്വത്തിനായിട്ട് വിളിക്കപ്പെട്ടവരാ. അതുകൊണ്ടാണ് നിന്നെ ഒരു ക്രിസ്ത്യാനിയാക്കി വെച്ചിരിക്കുന്നത്. നീ മാത്രം ആസ്വദിച്ചാൽ പോരെ ക്രിസ്ത്യാനിറ്റി, ഈ മഹത്വത്തിൻ്റെ ജീവിതം നിനക്ക് ചുറ്റുമുള്ള എല്ലാവരെയും അതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ക്ലാസ്സിലൊരുത്തൻ ഒരു വേണ്ടാത്ത ബന്ധത്തിൽപ്പെട്ട് അല്ലെങ്കിൽ വേണ്ടാത്ത കുറേ അഡിക്ഷൻസിൽപ്പെട്ട് തലവരച്ച് നടക്കുകയാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ജ്വലിക്കുന്ന തീക്കനലായിട്ട് നീ മാറുന്നെങ്കിൽ അവിടെയാണ് നീ സ്റ്റാർ. അല്ലാതെ അവരും കാണിക്കുന്നത് ആ ട്രെൻഡൊക്കെ, ആ ഫാഷനൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ. സോ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന തമ്പുരാൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ബോധത്തിലെത്താനായിട്ട് 5 കാര്യങ്ങൾ, നമ്മുടെ ബുദ്ധിക്ക്, യുക്തിക്ക്, റീസണിങ്ങിന് തൃപ്തികരമായിട്ടുള്ള 5 സത്യങ്ങളുണ്ട്, 5 വാദമുഖങ്ങളുണ്ടെന്ന് തോമസ് അക്വീനാസ് നമ്മളോട് പറയാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്: നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം ചലിക്കുന്ന ഒന്നാണ്. നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? നമുക്കറിയാമല്ലേ, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സൗരയൂഥം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അത് സൗരയൂഥം ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്ര സമൂഹം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പ്രപഞ്ചം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ കറങ്ങണമെങ്കിൽ എന്തുണ്ടാവണം? ഇതിനെ കറക്കിക്കൊണ്ടിരിക്കുന്ന, കറങ്ങാൻ അനുവദിക്കുന്ന, ചലിക്കാത്ത ഒരു ചലനകർത്താവ് ഉണ്ടാവണം. അതാണ് ദൈവം. പ്രപഞ്ചത്തെ ചലിപ്പിക്കാൻ ഇതിൻ്റെ എല്ലാം മുകളിലുള്ള ഒരു ശക്തി ഉണ്ടാവണം. അതാണ് ദൈവം.
അടുത്തതായിട്ട് ഒരു വസ്തുവും സ്വന്തമായിട്ട് അതിൽ തന്നെ നമ്മളായിട്ട് ഈ ഭൂമിയിലോട്ട് ജനിച്ചു വന്നതല്ല. നമുക്ക് അപ്പനും അമ്മയുണ്ട്, അവർക്ക് അവരുടെ പൂർവികരുണ്ട്, അങ്ങനെ 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 പോയി. എല്ലാത്തിനും ഒരു ആദി കാരണമുണ്ട്, അതാണ് ദൈവം. ദൈവത്തിൽ നിന്നാണ് എല്ലാം ഉത്ഭവം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം നമ്മൾ സ്രഷ്ടാവ്, നമ്മുടെ സൃഷ്ടികൾ എന്ന് വിളിക്കാൻ കാരണം. ഈ പ്രപഞ്ചവും നമ്മൾ കാണുന്ന സകലതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം എടുത്ത് വായിച്ചുകൊള്ളുക. എല്ലാം സൃഷ്ടിച്ച ദൈവമാണെന്ന് അവിടെ തന്നെ തെളിയിക്കുന്നു. പിന്നീട് മൂന്നാമത്തെ കാര്യം, എല്ലാ വസ്തുക്കളും നശ്വരം എന്ന് വെച്ചാൽ നശിച്ചു പോകുന്നതാണ്. എല്ലാത്തിനും ആരംഭമുണ്ട്, അവസാനം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിനും അസ്തിത്വത്തിന് ഒരു കാരണം വേണം. നശ്വരമായ ആദിയും അന്തവുമുള്ള ഈ വസ്തുക്കളുടെ എല്ലാം ഉത്ഭവത്തിന് ഒരു കാരണം വേണം. അതിന് അനശ്വരത ഉണ്ടാവണം, ആദിയും അന്തവും ഇല്ലാത്തതുമായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ കാണുന്ന ഒരേ ഒരു സത്യമേ ഉള്ളൂ, അതാണ് ദൈവമെന്ന സത്യം. അടുത്തതായിട്ട് എല്ലാ ജീവജാലങ്ങളിലും ദൈവത്തിൻ്റെ ഗുണങ്ങൾ വ്യത്യസ്ത അളവിലും വ്യത്യസ്ത തോതിലും നമ്മൾ കാണുന്നുണ്ട്. സത്യം, നന്മ, സൗന്ദര്യം, കഴിവുകളൊക്കെ ഓരോ ജീവജാലങ്ങളിലും വ്യത്യസ്തമായിട്ട് കാണുക. അപ്പം ഇതെല്ലാം ഈ വ്യത്യസ്തത കൊടുക്കാനായിട്ട് ഇതിൻ്റെ എല്ലാം ആകെ സമ്പന്നത കൈവശമുള്ള വ്യക്തിക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലേ? വ്യത്യസ്തമായിട്ട് വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത തോതിൽ ജീവജാലങ്ങൾക്ക് അതുങ്ങളുടേതായ ഗുണഗണങ്ങൾ കൊടുക്കാൻ ഇതിനെല്ലാം മൊത്തം ഉടമസ്ഥ അവകാശം, സമ്പന്നത, ഉറവിടം ഉള്ള ഒന്നിന് മാത്രമേ കഴിയുള്ളൂ, അതാണ് ദൈവം. ദൈവത്തിൻ്റെ സമ്പന്നതയിൽ നിന്നാണ് പല രീതിയിൽ, പല സ്വഭാവത്തിൽ, പല പ്രകാരത്തിൽ ജീവജാലങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഗുണഗണങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അഞ്ചാമത്തേതായിട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് പ്രപഞ്ചവും അതിലെ സകല ചരാചരങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ആ തിയറി, അല്ലേ? അതിവേഗം ചലിച്ച് കൊണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ ഗ്രഹങ്ങളും, ചിഹ്നഗ്രഹങ്ങളും, ഉപഗ്രഹങ്ങളും, നക്ഷത്ര സമൂഹവും എല്ലാം എങ്ങോട്ടോട്ടോ അതിവേഗ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് തെളിയിക്കുക. എവിടേക്കായിരിക്കും ഇതുകളെല്ലാം? ഏതാണ്ട് ഒരു ലക്ഷ്യത്തിലേക്കാണ് വളരെ എഴുതുവിട്ട ശരം പോലെ വളരെ ഫാസ്റ്റായിട്ട്. ഇത് ശാസ്ത്രം കണ്ടുപിടിച്ചാണ് കേട്ടോ, ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ശാസ്ത്രം കണ്ടെത്തി അവസാനം ശാസ്ത്രം ചെന്ന് നിൽക്കുന്നത് ദൈവത്തിലാണ്. ഈ പ്രപഞ്ചം ദൈവമാകുന്ന ഉറവിടത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഇതിൻ്റെ ചലനം നിങ്ങൾ ഓർത്ത് നോക്കിയേ. ഈ ചലനത്തെയും ഇതിൻ്റെ ദിശയെയും നിയന്ത്രിക്കാൻ ക്രമീകരിക്കാൻ ഒരാളില്ലെങ്കിൽ പണ്ടേക്ക് വേണ്ട ഭൂമിയും അതിൻ്റെ ഉപഗ്രഹങ്ങളും അടുത്തുള്ള നക്ഷത്രങ്ങളും എല്ലാം കൂടെ കൂട്ടിയിടിച്ച് തീർന്നേനെ. ഇവരെല്ലാം ഇങ്ങനെ കൃത്യമായ വഴിയിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ കൃത്യമായ നക്ഷത്രങ്ങളുടെ സഞ്ചാരഭാഗം നിശ്ചയിച്ചിരിക്കുന്നത്? അത് ദൈവമാണ്. അപ്പോൾ ശാസ്ത്രം തന്നെ കണ്ടുപിടിച്ചിരിക്കുന്ന 5 വാദമുഖങ്ങൾ തെളിയിക്കുന്നു ദൈവത്തിൻ്റെ അസ്തിത്വം സത്യമാണ്. അവിടേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടതെന്നുള്ളത്. അപ്പം ഇങ്ങനെ കണ്ടുപിടിച്ചു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ചേർന്ന് നിൽക്കുന്ന തലം നമ്മുടെ വിശ്വാസത്തിൻ്റെ തലമാണ്. യുക്തിക്കതീതമായ വിശ്വാസത്തിൻ്റെ തലം. സ്വജീവിതത്തെ മുഴുവൻ നയിക്കുന്ന ഒരു ദൈവിക ചാലക ശക്തി കൂടിയാണ് എന്ത്? വിശ്വാസം. ഈ വിശ്വാസം ഇല്ലാതെ ജീവിതത്തിൻ്റെ ഒരു ഹാർമണി, താളം കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. വിശ്വാസം നഷ്ടപ്പെടുന്നവനിലാണ് ക്രമഭംഗം സംഭവിക്കുക. ദൈവം തന്ന ദാനമായ ഈ വിശ്വാസം ആരിൽ അപ്രത്യക്ഷമാകുന്നോ, ഇല്ലാതാകുന്നോ, ശോഷിച്ചു പോകുന്നോ അവനിൽ സകല ക്രമക്കേടുകളും വർദ്ധിച്ചു വരുന്നു. അതിൻ്റെ കാരണമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, വിശ്വാസമാണ് നമ്മളിൽ ഒരു സന്തുലിതാവസ്ഥ, ഒരു താളം, ഒരു ലയം സമ്മാനിക്കുക. വിശ്വാസം ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ ശാസ്ത്രം ഇനിമേറെ അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവച്ചാലും തിരിച്ചറിഞ്ഞുകൊള്ളുക, ഇതെല്ലാം മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ദൈവം മനുഷ്യന് വേണ്ടി വെളിപ്പെടുത്തി തരുന്ന അവൻ്റെ ജീവിതത്തെ പൂർണ്ണതയിൽ കൂടെ ദൈവത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളായി തിരിച്ചറിഞ്ഞുകൊള്ളുക. അല്ലാതെ ദൈവത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല ശാസ്ത്രം, യുക്തിവാദമല്ല. മനുഷ്യൻ്റെ ഇച്ഛാശക്തിയും ബുദ്ധിശക്തിയും കൂടിച്ചേരുന്ന
ദൈവദാനമായ യുക്തി. സോ ആ യുക്തിക്ക് അതീതമായി വിശ്വാസത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആത്യന്തികമായി നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവത്തിലേക്ക് നയിക്കാനായിട്ട് സാധിക്കണം. ഒട്ടിച്ചേർന്ന് നിൽക്കാൻ സാധിക്കണം. വിശ്വാസത്തെയും യുക്തിയെയും പരസ്പര പൂരകമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ സാധിക്കണം. അങ്ങനെ ദൈവത്തെ അറിയാതെ നടക്കുന്ന അജ്ഞരായ ആളുകളെ ഈ യുക്തിയുടെ പാതയിലൂടെ വിശ്വാസത്തിൽ എത്തിച്ചുകൊണ്ട് നിർത്തിയിട്ട് ആ വിശ്വാസത്തിൽ നിന്ന് അവർ ദൈവത്തിലെത്താൻ ഇടയാക്കണം. അതാണ് ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ യൂത്തിൻ്റെ ടീനേജുകാരനായ നിൻ്റെ ധർമ്മം, ദൗത്യം അത് നിറവേറ്റാൻ ഈശോ നിന്നെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിന്നിൽ നിറയട്ടെ. പരിശുദ്ധം നിൻ്റെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിർത്താം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച അവിടുത്തെ വെളിപ്പെടുത്തലുകൾക്കനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് പവിത്രീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞങ്ങൾക്ക് ചുറ്റുപാടുമെല്ലാം അവിടുത്തെ ദിവ്യ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് തിരിച്ചറിയാനുള്ള ആത്മാവിൻ്റെ പ്രകാശം, ആഴമായ ആന്തരിക നേത്രങ്ങളുടെ വിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ. അവിടത്തേക്ക് ചേരാത്തതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് പിഴുതുമാറ്റിക്കൊണ്ട് നീക്കം ചെയ്തുകൊണ്ട് അവിടുന്ന് ഞങ്ങളിൽ നിറയണമേ. അങ്ങനെ ഞങ്ങളിൽ നിന്ന് അനേകം പേർ അങ്ങയെ കണ്ടെത്താൻ ഇടയാകട്ടെ, അങ്ങയിലേക്ക് നയിക്കപ്പെടുവാൻ ഇടയാകട്ടെ. അങ്ങനെ ഞങ്ങളുടെ ജീവിത ദൗത്യം ഇവിടെ സാർത്ഥകമായി തീരട്ടെ. അവിടുത്തെ തിരുപുത്രനായ യേശു മിശിഹ ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ, എപ്പോഴും ഞാൻ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനാൽ അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ട് എന്ന്. ഞാൻ എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടം അന്വേഷിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുന്നതിനാൽ അവിടുന്ന് എൻ്റെ കൂടെയുണ്ട്. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാൻ, എപ്പോഴും അവിടുത്തെ അന്വേഷിക്കാൻ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഞങ്ങൾക്ക് ശക്തി പകരണമേ. അങ്ങിൽ ഞങ്ങളെ അകറ്റുന്ന, ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും എല്ലാം മലീമസപ്പെടുത്തുന്ന ലോകത്തിൻ്റെ സ്വാധീനങ്ങളെ ജയിക്കാൻ, ഓവർകം ചെയ്യാനായിട്ട് അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളിൽ നിറയുമാറാകട്ടെ. ഞങ്ങളുടെ ജീവിതം അർത്ഥപൂർണ്ണമായി തീരട്ടെ. നിലനിൽക്കുന്ന പരിശുദ്ധമായ ഫലങ്ങൾ ഞങ്ങൾ ലോകത്തിന് കൊടുക്കുവാൻ ഇടയാകട്ടെ. അങ്ങനെ ഉപരിസ്നേഹമായ പരിപൂർണതയായ അങ്ങയിലെത്തിച്ചേരുവാനായിട്ട് ഞങ്ങൾക്കിടയാകട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, ജീവിതത്തിലുടനീളം വിശ്വാസത്തെയും യുക്തിയെയും കൂട്ടുപിടിച്ചുകൊണ്ട് അവതിൽ നിന്ന് അവയിലൂടെ വളർന്ന് തമ്പുരാൻ കർത്താവിൽ എത്തിച്ചേരുവാൻ ഞങ്ങളുടെ ജീവിതത്തെ അവിടെ അമ്മ കാത്തുകൊള്ളുകയും പരിപാലിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കാവൽ മാലാഖയെ, പേരിൻ്റെ കാരണക്കാരായ വിശുദ്ധരെ, സകല സ്വർഗീയവാസികളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.